Hello my dear students, welcome to Synapto Learning. So നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സിലെ ഒരു പ്രോബ്ലം ആണ്, പ്രൂഫ് ഓഫ് ഇറാഷണാലിറ്റി ഓഫ് റൂട്ട് 3. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇറ്റ് റിപ്പീറ്റഡ്ലി ആസ്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇറ്റ്സ് ഷുവർ ഇൻ യുവർ ടേം 1 എക്സാം 2. സോ നമുക്കിത് സ്റ്റാർട്ട് ചെയ്താലോ? ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ലിസൺ ചെയ്യുക, ബിക്കോസ് ഈച്ച് സ്റ്റെപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓരോ സ്റ്റെപ്പിനും CBSE മാർക്ക് ഉണ്ട്. സോ നന്നായിട്ട് ലിസൺ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം റാഷണാലിറ്റി ഇറാഷണാലിറ്റി പ്രൂഫ് പഠിക്കുന്നതിന് മുമ്പ്. ഫസ്റ്റ് വൺ ഇസ് വാട്ട് ഇസ് എ റാഷണൽ നമ്പർ, വാട്ട് ഇസ് എ കോപ്രൈം നമ്പർ ആൻഡ് ദ സ്ക്വയർ റൂട്ട്. ഓക്കെ, സോ റാഷണൽ നമ്പർ എന്താണ്? A number that can be expressed as a by b where a and b are integers and b not equal to 0. അങ്ങനെ പറഞ്ഞെന്താ? അപ്പം 2/3 ഒരു റാഷണൽ നമ്പർ ആണോ? യെസ്, ഇറ്റ്സ് എ റാഷണൽ നമ്പർ. a by b എന്നുള്ള ഫോമാറ്റിലല്ല ഉള്ളത്, a by b എന്നുള്ള ഫോമാറ്റിലല്ല ഉള്ളത്. സോ ദിസ് ഇസ് എ റാഷണൽ നമ്പർ. ഇനി 5 എടുക്കുക. 2ഉം 3ഉം എന്താണ് ഇവിടെ? ഇന്റിജേഴ്സ് ആണ്. ഇനി -5 എന്ന് എടുക്കുക. -5 ഒരു റാഷണൽ നമ്പർ ആണോ? യെസ്, നമുക്ക് -5ന് -5/1 എഴുതിക്കൂടെ? യെസ്. ഇനി 0.5 ഒരു റാഷണൽ നമ്പർ ആണോ? യെസ്, ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 5/10. ഓക്കെ, സോ ഇങ്ങനെയുള്ള നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് പറയാ? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഇനി കോപ്രൈം നമ്പേഴ്സ്. വാട്ട് ഈസ് എ കോപ്രൈം നമ്പർ? രണ്ട് നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിനും കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല എക്സെപ്റ്റ് 1. ഫോർ എക്സാമ്പിൾ നമ്മൾ 4ഉം 5 എടുക്കാന്ന് വിചാരിക്കുക. 4ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 2 ഉണ്ട്. 2 into 2 is 4 ആൻഡ് വേറെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് 4 ഇല്ല. പിന്നെ 4 into 1 ആണ്, റൈറ്റ്? ഇനി 5ന്റെ ഫാക്ടേഴ്സ് എന്താ? 4 into 1 അല്ലേ അടുത്തത്. 5ന്റെ ഫാക്ടേഴ്സ് 5 into 1. ഈ 1നെ നമുക്ക് എക്സെപ്റ്റ് 1 അല്ലേ നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ വേറെ എന്തെങ്കിലും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ല. നോ കോമൺ ഫാക്ടേഴ്സ് ഫോർ 4 and 5. ഫോർ 4 and 5 എന്താണ്? കോപ്രൈം നമ്പർ ആണ്. ഇനി നമ്മൾ 6ഉം 4 എടുക്കാന്ന് വിചാരിക്കുക. അപ്പൊ 6 എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാ 6 കിട്ടാ? 2 into 3. 2 into 3 is 6. 4 ആണെങ്കിൽ 2 into 2. കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ? യെസ്, 2 is a കോമൺ ഫാക്ടർ. സോ 6ഉം 4ഉം എന്താണ്? കോപ്രൈം നമ്പർ അല്ല. ഓക്കെ, ഇതാണ് കോപ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. അവർക്ക് കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എക്സെപ്റ്റ് 1, റൈറ്റ്? ഇനി സ്ക്വയർ റൂൾ. ഇനി സ്ക്വയർ റൂൾ എന്താന്ന് നോക്കാം. ഇഫ് എ നമ്പർ ഡിവൈഡ്സ് എ സ്ക്വയർ then that number must also divide a. അങ്ങനെ പറഞ്ഞ എന്താ? എനെ നമ്മൾ 8 ആക്കി എടുക്കാന്ന് വിചാരിക്കുക. അപ്പം a സ്ക്വയർ എന്ന് പറഞ്ഞ എന്താണ്? 64 അല്ലേ? a സ്ക്വയർ 8 into 8 64. a സ്ക്വയറിന് ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം 64നെ നമുക്ക് എന്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 64/4 equal to 16 അല്ലേ? റൈറ്റ്. സോ ഇറ്റ് ഈസ് 64 is divisible by 4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റൂൾ അനുസരിച്ച് എനെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. സോ a/4 ചെയ്താൽ അതും ഡിവിസിബിൾ ആവണം. a/4 എന്ന് പറഞ്ഞാൽ 8/4 equal to 2. കറക്റ്റ് അല്ലേ? അതാണ് സ്ക്വയർ റൂൾ. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഇഫ് എ നമ്പർ ഡിവൈഡ്സ് a സ്ക്വയർ then that number must also divide a. നെക്സ്റ്റ് ഇത് നമുക്ക് പ്രൂഫ് ചെയ്യണം. ഈ √3 എന്ന് പറഞ്ഞത് ഇറാഷണൽ ആണ്. അപ്പൊ എങ്ങനെ പ്രൂഫ് ചെയ്യും? അതിനൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡാണ് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. ഓക്കെ, വെരി സിമ്പിൾ മെത്തേഡാണ്. നമ്മളിപ്പം ഒരു പോലീസ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഒരാളെ കാണുന്നു, അയാള് നമ്മൾ തീഫാന്ന് സസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ നമുക്ക് പ്രൂഫ് വേണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഈ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ യൂസ് ചെയ്തെന്ന് കരുതാം. എങ്ങനെയാ അത് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ എസ്യൂം ചെയ്യും ഹിസ് എ ഗുഡ് പേഴ്സൺ. ഓപ്പോസിറ്റ് എസ്യൂം ചെയ്യുക, അയാൾ നല്ല ഗുഡ് പേഴ്സൺ. ഗുഡ് പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവണം? ഗുഡ് പേഴ്സന്റെ കുറെ ക്വാളിറ്റീസ്, അയാളെ ആക്ഷൻസ് ഒക്കെ എന്തായിരിക്കണം? ഗുഡ് ആയിരിക്കണം. അങ്ങനെ നമ്മൾ അയാളെ കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അയാളെ നമ്മൾ കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ റീച്ച് കോൺട്രഡിക്ഷൻ, നമ്മൾ ഒരു കോൺട്രഡിക്ഷൻ ഡിസ്കവർ ചെയ്യും. നമ്മൾ എന്താണോ എസ്യൂം ചെയ്തത് അതിന് കോൺട്രഡിക്ടറി ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കാണും. അപ്പൊ നമ്മൾ പറയും അവർ അസംഷൻ വാസ് റോങ്, സോ ഹി ഈസ് എ തീഫ്. അങ്ങനെയാണ് നമ്മൾ പ്രൂഫ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെയാണെങ്കിൽ നമ്മൾ √3 ഇറാഷണൽ ആണെന്നല്ലേ പ്രൂഫ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് എസ്യൂം ചെയ്യും? √3 ഈസ് റാഷണൽ ആണെന്ന് എസ്യൂം ചെയ്യും. പിന്നെ നമ്മൾ ഡിഫറെന്റ് സ്റ്റെപ്പിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ എസ്യൂം ചെയ്ത കാര്യം എന്താവും? റോങ് ആയിട്ട് നമ്മൾ ഡിസ്കവർ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് പറയും? √3 ഈസ് നോട്ട്
rational, it is irrational. Our assumption was wrong, right? Okay. ഇത്ര വരെ മനസ്സിലായില്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൂഫ് ആണ്. ഇത് മുതൽ നമ്മളെ ആൻസർ ഷീറ്റിൽ എഴുതണം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ assume the opposite. നമ്മൾ എന്താ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? √3 irrational ആണെന്നാ പ്രൂവ് ചെയ്യേണ്ടത്. സോ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? √3 is rational. So let's assume √3 is rational. Okay. √3 rational ആണെങ്കിൽ that implies √3 can be expressed as a by b. √3 can be expressed as a by b, where what? a comma b are integers, right? നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ പഠിച്ചില്ലേ? where b not equal to 0. b 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡിനോമിനേറ്റർ 0 ആകുമ്പോൾ that fraction become undefined. Okay, so b 0 ആവരുത്, a യും b integers ആവണം. പിന്നെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. എന്താണ്? a comma b are co-prime. a യും b യും co-prime numbers ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ assume ചെയ്യുന്നത്. എന്താണ്? ഫസ്റ്റ് ലെറ്റ്സ് assume √3 is rational. rational number ആണെങ്കിൽ അതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? a by b ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. where a and b are integers, b not equal to 0, and also a and b are co-prime numbers. Okay, understood? ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് നോക്കാം. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്കറിയാം നമ്മളിവിടെ √3 ഈക്വൽ ടു a by b ആണ് അല്ലെ? √3 നമ്മൾ എങ്ങനെ റാഷണൽ ആണെന്ന് നമ്മൾ ഓപ്പോസിറ്റ് assume ചെയ്തു. അതുകൊണ്ട് √3 എങ്ങനെ എഴുതാൻ പറ്റും? a by b എന്ന് എഴുതാൻ പറ്റും. ഇനി ഈ √3 എങ്ങനെയെങ്കിലും ഈ റൂട്ട് കളയണം. റൂട്ട് കളയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മൾ √5 ആണെങ്കിൽ അതിന്റെ റൂട്ട് കളയണമെങ്കിൽ നമ്മൾ സ്ക്വയർ ചെയ്താൽ ഈ റൂട്ടും ഈ സ്ക്വയറും ക്യാൻസൽ ചെയ്തിട്ട് 5 ആയി മാറും. അതുപോലെ തന്നെ നമ്മളിവിടെ √3 സ്ക്വയർ ചെയ്യണം. ഒരു ഇക്വേഷന്റെ ഒരു സൈഡ് മാത്രം സ്ക്വയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് ബാലൻസ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സ്ക്വയർ ചെയ്തുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡും സ്ക്വയർ ചെയ്യണം. സോ ദിസ് ബിക്കം 3 ഈക്വൽ ടു a square by b square ആവും. ഓക്കെ, that is step number 2 is square both side. Markanda. Next we will get a square equal to 3b square, right? ഇവിടെ നോക്ക്, ഈ b square ഇവിടെ ഡിനോമിനേറ്ററിൽ ഉള്ളത് ഈ സൈഡിലേക്ക് മാറുമ്പോൾ എന്താവും? മൾട്ടിപ്ലൈ ആയി വരും അല്ലേ? സോ 3 into b square, that is a square equal to 3 into b square. Correct അല്ലേ? Okay. So equation നമ്മൾ നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? a square equal to 3b square എന്ന്. a square is divisible by 3 അല്ലേ? a square equal to 3b square. So a square by 3 equal to b square അല്ലേ? 3 ഇങ്ങോട്ട് എടുത്താൽ ഡിവൈഡ് ആവൂലേ? അപ്പൊ a square by 3 equal to b square. അപ്പം a square 3 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് b square കിട്ടണമെങ്കിൽ a square is divisible by 3, right? Okay. So we can, നമ്മൾ എന്ത് ഡിസ്കവർ ചെയ്തു? Therefore a square is divisible by 3, right? ഓർമ്മയുണ്ടോ the square rule? If a square is divisible by 3, then a is also implies a is divisible by 3. Okay, right? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? a is divisible by 3 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ a square equal to 3b square എന്നുള്ളത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് മാർക്ക് ചെയ്യാം. റൈറ്റ്? എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? ആദ്യം √3 equal to a by b because it's a rational number. ഇനി ആ റൂട്ടിനെ കളയാൻ വേണ്ടിയിട്ട് സ്ക്വയർ, അതാണ് സ്റ്റെപ്പ് നമ്പർ 2. എന്താണ്? സ്ക്വയർ ബോത്ത് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സ്ക്വയർ ചെയ്താണ്, റൈറ്റ് ഹാൻഡ് സ്ക്വയറും സ്ക്വയർ ചെയ്യുന്നു. പിന്നെ നമുക്ക് എന്ത് കിട്ടുന്നു? ഇക്വേഷൻ a square equal to 3b square. ആ ഇക്വേഷൻ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ എന്ത് ഡിസ്കവർ ചെയ്തു? a square is divisible by 3. സോ സ്ക്വയർ റൂൾ ബേസ്ഡ് a square 3 നോട് ഡിവിസിബിൾ ആണെങ്കിൽ 3 എന്ത് എയും 3 നോട് ഡിവിസിബിൾ ആണ്. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? ഓക്കെ, നമ്പർ 3 we have a is divisible by 3. Okay,
which implies നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ? A is divisible by 3 ആണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? A equal to 3 into something, some number. അങ്ങനെ എഴുതിക്കൂടെ? A equal to 3 into K. Right? This is step number 3. So next is step number 4. We have A equal to 3K. So substitute A equal to 3K in നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ നമ്പർ 1 മാർക്ക് ചെയ്ത് ഓർമ്മയുണ്ടോ? ഇക്വേഷൻ നമ്പർ 1. This is equation number 1. എന്താ ഇക്വേഷൻ നമ്പർ 1? A square equal to 3B square. ഈ ഒരു ഇക്വേഷൻ നമ്പർ 1ൽ A equal to 3K സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is എന്താ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ കിട്ടുക? 3K the whole square equal to 3B square. 3K whole square എന്ന് പറഞ്ഞാൽ എന്താ? 9K square equal to 3B square. ഈ 3നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്ത് വരും? 9/3K square equal to B square. 9 and 3 get cancelled. This is equal to 3 times. 3 goes 9 for 3 times. So 3K square equal to B square. Okay. So ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റും? B square equal to 3K square. What we can say? We can say that നോക്ക് B square equal to 3K square, which implies B is divisible by B square അല്ലെ? B അല്ലല്ലോ, B square is divisible by 3. B square 3 divisible ആണെങ്കിൽ സ്ക്വയർ വെച്ച് എന്ത് പറയാൻ പറ്റും? B is divisible by 3. Okay, good. Next is the step number 5, contradiction. So we have what? First ആദ്യം നമുക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് A is divisible by 3 എന്ന് കിട്ടിയിരുന്നു അല്ലേ? ഇപ്പൊ നമുക്ക് എന്തും കൂടി കിട്ടി. എന്തും ഡിസ്കവർ ചെയ്ത് നമ്മള് B is divisible by 3. A is divisible by 3 and B is divisible by 3. നമ്മൾ എന്താ പറഞ്ഞ? എയും ഫസ്റ്റ് ഇൻ ദ ബിഗിനിങ് വാട്ട് വി സെഡ് A and B are co-prime numbers എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ നമുക്ക് കിട്ടി എയും 3 ഡിവിസിബിൾ ആണ്, ബിയും 3 ഡിവിസിബിൾ ആണ്. അങ്ങനെ എയും ബിയും co-prime നമ്പർ ആവോ? No. So that implies A, B are not co-prime numbers. So we are not co-prime. So therefore we can say that A and B, our assumption was wrong, right? So root 3 is irrational. നമ്മൾ എന്തായിരുന്നു assume ചെയ്തത്? root 3 rational ആണ്. So we got our assumption was wrong. So we can say that root 3 is irrational. So ഇങ്ങനെയാണ് നമ്മൾ പ്രൂഫ് ചെയ്യുക. സോ നമ്മളിന്ന് റൂട്ട് 3 ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യാൻ അടിപൊളിയായിട്ട് പഠിച്ചു. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആയതുകൊണ്ടാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? assume the opposite assume ചെയ്യാം. ലെറ്റ്സ് assume root 3 is rational. നമുക്ക് കാണാം, ഫസ്റ്റ് സ്റ്റെപ്പ് കാണാം. ഓക്കെ, ഇതുകൊണ്ട് നോക്ക്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ലെറ്റ്സ് assume root 3 is rational. So root 3 rational ആണെങ്കിൽ root 3 equal to A/B എന്ന് എഴുതുന്നു. where A and B are integers. പിന്നെ B not equal to 0 and A and B have no common factor. രണ്ടുപേരും A ഉം B എന്താണ്? co-prime numbers ആണെന്ന് assume ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് സ്റ്റെപ്പ് നമ്പർ 2, ഈ റൂട്ട് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്ക്വയർ ചെയ്യും. രണ്ട് സൈഡിലും both sides, square on both sides. So we get 3 equal to A square by B square, that is 3B square equal to A square. Multiply both by B square. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3B square equal to A square. ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ഡിസ്കവർ ചെയ്യും? നമ്മൾ എന്ത് കണ്ടുപിടിക്കും? A square is divisible by 3. പിന്നെ നമ്മൾ സ്ക്വയർ റൂൾ ഉപയോഗിച്ചിട്ട് സ്റ്റെപ്പ് നമ്പർ 4 കാണാം. if A square is divisible by 3 then A is divisible by 3.
അതുകൊണ്ട് നമ്മൾ എന്ത് പറയും, എ ഇസ് ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ എ എന്തായിട്ട് എഴുതാൻ പറ്റും, ലെറ്റ് എ ഈക്വൽ ടു 3k, 3 ഇൻറ്റു സംതിങ് k, റൈറ്റ്? ഓക്കെ, ഇനി എ ഈക്വൽ ടു 3k എന്നുള്ളത് ഇക്വേഷൻ നമ്പർ 1 നമ്മൾ ത്രീ ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബി സ്ക്വയർ ഈക്വൽ ടു 3a സ്ക്വയർ എന്ന് കിട്ടും. വീണ്ടും നമുക്ക് എന്ത് മനസ്സിലാവും, ബി സ്ക്വയർ ഇസ് ഓൾസോ ഡിവിസിബിൾ ബൈ 3, സോ ബി ഇസ് ഓൾസോ ഡിവിസിബിൾ ബൈ 3. അപ്പൊ മെയിൻ സ്റ്റെപ്പ് നമ്പർ 6 നമ്മൾ എന്ത് കണ്ടുപിടിക്കും, എയും ബിയും എന്താണ് 3 ഡിവിസിബിൾ ആണ്, സോ ദേ ഹാവ് എ കോമൺ ഫാക്ടർ 3. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് എന്താണ് അസ്യൂം ചെയ്തത്, എയും ബിക്കും കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല, ദേ കോപ്രൈം നമ്പർ ആണ്. സോ സ്റ്റെപ്പ് നമ്പർ 7 നമുക്ക് കാണാം നമ്മൾ അസംഷൻ എന്ത് റോങ് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. So our assumption was wrong, so we come to the conclusion that root 3 is rational. Okay, ഒരു കാര്യം കൂടി പറയാനുണ്ട്. ജൂൺ 1 മുതൽ നമ്മുടെ CBSE ക്ലാസ് 10ന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10 സ്റ്റുഡൻസേ ഒരു ബാച്ചിൽ ഉണ്ടാവും, ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടും, ഫുൾ ബോർഡ് പ്രിപ്പറേഷൻ ആണ്. നവംബർ നമുക്ക് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. ജൂൺ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് നവംബർ ലാസ്റ്റ് ആകുമ്പോൾ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഫുൾ റിവിഷൻ, PYQs ആൻഡ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും. ബോർഡ് എക്സാമിന് സെറ്റ് ആക്കി തരും. സോ വെറും 2000 റുപ്പീസ് മാത്രമാണ് മന്ത്ലി ഫീസ്. സോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്, സീ യു അഗെയിൻ, ബൈ.